ചോറ് പരിപ്പ് പപ്പടം ഇത്രയും ഇപ്പോൾ പ്ലേറ്റിലുള്ളൂ. പക്ഷേ നിങ്ങൾ ആ പപ്പടം ശ്രദ്ധിച്ചോ? അപ്പം ഇന്നത്തെ നമ്മുടെ പരീക്ഷണ വസ്തു എന്ന് പറയുന്നത് പൊന്തി വരാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു ഈ പപ്പടം കേട്ടോ. അപ്പോൾ പൊന്തി വരുന്ന പപ്പടമായാലും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. കുറച്ച് കടുകും ഉണക്കമുളകും ഒക്കെ വറവിടുക. അതിനകത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യമേ വറവിട്ടേക്കുക. എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അപ്പോൾ അത് സാരമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം കറുത്ത എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച പപ്പടം അതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് വറുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക പൊടി പഠിക്കാൻ ഉണ്ടാക്കിയ ആ വലിയ പപ്പടമാണെങ്കിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്താൽ മതി കേട്ടോ. ഷേപ്പ് ഇതുപോലെ കിട്ടിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. എന്നാൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും തന്നെ ആയിരിക്കുമല്ലോ. ഇനി കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഒരു ആർഭാടത്തിന് വേണ്ടി നമുക്ക് ഇട്ടു. അപ്പോൾ അധികം മസാലകളൊന്നും ചേർക്കാത്ത എന്നാൽ മല്ലിയില മസ്റ്റായിട്ടും ഇടേണ്ട ഒരു ദാൽ കറിയാണ് കേട്ടോ. അതും പിന്നെ നമ്മുടെ ഈ ഒരു പപ്പടത്തിൻ്റെ തോരനും ആണ് മെയിനായിട്ടുള്ളത്. ഇതിന്